ഹലോ, വെൽക്കം ബാക്ക് ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കുറുമ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫിഷ് കറി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട ചേരുവകളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുവാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 2 കൈക്കുമ്പിൾ നിറയെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു 10-15 കാണും. അപ്പോൾ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുവാണ്. ഇത് നമുക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഒരുപാട് അരഞ്ഞു പോവാതെ ക്രഷ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ചെറിയുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അതാണ് 6 എടുത്തിരിക്കുന്നത്. ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അതിന് മുമ്പായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, എന്നിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പച്ചമുളക് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കറിയിലേക്ക് വേണ്ട പുളിയൊന്ന് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കഷ്ണം കുടംപുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി ഒന്ന് കീറിയിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഇതും ചെറുതായി അരിഞ്ഞു വയ്ക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി എടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ കറിയിലേക്കുള്ള എല്ലാ ചേരുവകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇവ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവയെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂൺ ചതച്ചെടുത്ത കുരുമുളകാണ്. കുരുമുളക് ചതച്ച് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കുക. അപ്പോൾ കുരുമുളകും ചേർത്തിട്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കുകയാണ്. അത് ആ വെള്ളത്തേപ്പാട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ആവോലിയാണ് കേട്ടോ. ആവോലി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ മീനാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ മീനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയും പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്ന് വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മീൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം മസാലയിൽ മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ മീൻ ചേർത്തിട്ട് മസാലയ്ക്കൊന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കറിയുടെ ചാറിന് ആവശ്യമായ അത്രയും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ മീനൊന്നും ഉടയാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ തേങ്ങയുടെ 1ാം പാൽ 1/2 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കുറുങ്ങനെയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് തിളയ്ക്കാൻ അനുവദിക്കരുത്. ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം
ഒന്ന് ചൂട് കയറിയിട്ട് തിള വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചതച്ച മുളകും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അപ്പോൾ തന്നെ അടച്ചു വയ്ക്കുക. ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴേക്കും മീനിലേക്ക് ആ ഉപ്പും പുളിയും മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.